Hi traders, good afternoon and welcome to Market Waves. നിഫ്റ്റിയുടെ ഡെയിലി അനാലിസിസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നലെ 21,571 ലെവലിൽ ക്ലോസ് ചെയ്തിരുന്ന നിഫ്റ്റി അങ്ങനെ ഇന്നും ഒരു -157 പോയിന്റ് ഗ്യാപ് ഡൗണിൽ ഓപ്പൺ ചെയ്തത് 21,414 അതിനുശേഷം 21,285 എന്ന ലെവൽ ടെസ്റ്റ് ചെയ്ത് പിന്നീട് ഉയർന്ന് 21,539 എന്ന ലെവൽ വരെ എത്തുകയും ഇന്നലത്തെ ക്ലോസിംഗിനെ അപേക്ഷിച്ച് ഒരു -94 പോയിന്റിൽ ഇന്ന് നിഫ്റ്റിക്ക് ക്ലോസ് ആവാൻ സാധിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ പ്രത്യേകം ഓർമ്മിക്കേണ്ടത് ഇന്ന് ഓപ്പൺ ചെയ്തതിൽ നിന്നും ഒരു 63 പോയിന്റ് പ്ലസിലാണ് ഇന്ന് നിഫ്റ്റിക്ക് ക്ലോസ് ആവാൻ സാധിച്ചിട്ടുള്ളത്. ഇന്ന് നിഫ്റ്റി ആകെ നൽകിയ മൂവ്മെന്റ് എന്ന് പറയുന്നത് 254 പോയിന്റിൻ്റെതാണ്. അപ്പോൾ ഇന്നത്തെ 254 പോയിന്റിന്റെ മൂവ്മെന്റിൽ ഇങ്ങനെ ഒരു ക്യാൻഡിൽ തന്നപ്പോൾ ഡേയ്സ് ക്യാൻഡിൽ പരിശോധിക്കുമ്പോൾ ഈ തരത്തിൽപ്പെട്ട ഒരു ക്യാൻഡിലാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. ഡോജി ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല, എന്നാൽ ഒരു ബുള്ളിഷ് ക്യാൻഡിൽ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെയും നമുക്ക് 100% കണക്കാക്കാൻ പറ്റില്ല. ലോവർ സൈഡ് കൂടുതൽ ലെങ്ത് ഉള്ള വിക്കുണ്ട്, അപ്പർ സൈഡിൽ കമ്പാരിറ്റീവ്ലി അല്പം ചെറിയ വിക്കുമാണ് ഉള്ളത്. ഇത്തരത്തിൽപ്പെട്ട ഒരു ഡേ ക്യാൻഡിൽ തരുമ്പോൾ 254 പോയിന്റിന് മൂവ്മെന്റും തരുമ്പോൾ നമ്മൾക്ക് ഇതിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് നാളത്തേക്ക് എങ്ങനെയാണ് നമ്മളുടെ ട്രേഡ് പ്ലാൻ ചെയ്യാൻ കഴിയുക എന്ന് പരിശോധിക്കാം. പതിവിൽ നിന്നും അല്പം വ്യത്യസ്തമായാണ് ഞാൻ ഈ തവണ നാളത്തേക്ക് വേണ്ടിയുള്ള എൻ്റെ ട്രേഡ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. 21,693.3 എന്ന ലെവൽ ഗ്രീൻ ലൈൻ രേഖപ്പെടുത്തിയിരിക്കുന്നു. അത് സ്റ്റോപ്പ് ലോസ് ഫോർ സെൽ ആണ്. നമ്മൾ ഇന്നലെ രേഖപ്പെടുത്തിയിരുന്ന അതേ ലെവൽ തന്നെയാണ് ഇത്. അതുപോലെ തന്നെ അതിന് തൊട്ട് താഴെ 21,634 എന്ന ലെവൽ ബ്ലാക്ക് ലൈനും രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതും നമ്മൾ ഇന്നലെ രേഖപ്പെടുത്തിയിരുന്നത് തന്നെയാണ്. താഴെയായി റെഡ് ലൈനിൽ 21,412 എന്ന ലെവൽ സ്റ്റോപ്പ് ലോസ് ഫോർ ബൈ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിന് തൊട്ട് മുകളിലായി 21,452 എന്ന ലെവലിൽ ബ്ലാക്ക് ലൈനും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ ബ്ലാക്ക് ലൈനുകൾക്ക് മധ്യത്തിലായി ഇന്നലത്തെ നമ്മളുടെ ക്ലോസിംഗ് ലോ, അതായത് 21,550 എന്ന ലെവൽ, അതുപോലെ ഇന്ന് തന്ന ഉയരത്തിനെയും മധ്യത്തിലായി ഒരു തിക്ക് ബ്ലൂ ലൈൻ വരച്ചിട്ടുണ്ട്. അപ്പോൾ നാളെ ഓപ്പണിംഗ്, ഇന്ന് മാർക്കറ്റ് ഇവിടെ ക്ലോസ് ചെയ്തതിനനുസരിച്ച് നാളെ ഇവിടെ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണ് തരുന്നതെങ്കിൽ, ഈ ക്ലോസ് ചെയ്തതിനോട് അടുത്തായി ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണ് തരുന്നതെങ്കിൽ ആദ്യത്തെ ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ പ്രൈസ് ആക്ഷൻ പ്രകാരം ഒരു അപ്വേർഡ് ഡയറക്ഷൻ തന്നെയാണ് നൽകുന്നതെങ്കിൽ അതുവരെ നൽകിയ ലോ പ്രധാനമായും 21,412 എന്ന ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി നൽകിക്കൊണ്ട് അപ്വേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യാം. ആദ്യം ലഭിക്കണമെന്ന് കരുതുന്ന ടാർഗറ്റ് 21,550 തന്നെയാണ്. അതിനു മുകളിൽ ഒരു 15 മിനിറ്റ് നമ്മളുടെ കഴിഞ്ഞ ദിവസത്തെ ഈ ക്ലോസിങ്ങിന് മുകളിലായി ഒരു 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുകയാണ് എങ്കിൽ തുടർന്ന് കിട്ടുന്ന ഡിക്ലൈനിൽ ഡേയ്സ് ലോ നിലനിർത്തിക്കൊണ്ട് ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ വീണ്ടും അപ്വേർഡ് ഡയറക്ഷൻ തന്നെ നൽകുന്ന പക്ഷം വീണ്ടും ഒരു കോൾ ഓപ്ഷൻ തന്നെ ബൈ ചെയ്ത് ഡേയ്സ് ലോ പ്രധാനമായ സ്റ്റോപ്പ് ലോസ് ആയി നൽകിക്കൊണ്ട് അപ്വേർഡ് ഡയറക്ഷനിൽ ട്രേഡ് ചെയ്യാം. അപ്പോൾ ലഭിക്കണമെന്ന് പ്രതീക്ഷിക്കുന്ന ടാർഗറ്റ് 21,634 തൊട്ട് മുകളിലുള്ള 21,693 എന്ന ഗ്രീൻ ലൈനുകളാണ്. എന്നാൽ നാളെ മാർക്കറ്റ് ഓപ്പൺ ആകുന്നത് ഈ തിക്ക് ബ്ലൂ ലൈനിന് മുകളിലാണെങ്കിൽ, അതായത് 21,550 മുകളിലാണെങ്കിൽ ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ അപ്വേർഡ് ഡയറക്ഷൻ നൽകുന്ന പക്ഷം അതുവരെ നൽകിയ ലോ ഫിക്സഡ് ആയ സ്റ്റോപ്പ് ലോസ് ആയി കരുതിക്കൊണ്ട് അപ്വേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യാം. 21,634, 690 ലെവലുകൾ ടാർഗറ്റായി പ്രതീക്ഷിക്കാം. എന്നാൽ ഈ ഏരിയ റെസിസ്റ്റൻസ് ഏരിയയാണ്. 634, 693 എന്ന ഏരിയ ശരിക്കും ഒരു നല്ല റെസിസ്റ്റൻസ് ഏരിയയാണ്. ആ ഏരിയയിൽ നിന്നും ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ അവിടെ നമ്മൾ ബൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ടാർഗറ്റ് ഫിനിഷ് ചെയ്ത് ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ തരുന്ന ഡയറക്ഷൻ എന്താണെന്ന് സ്ട്രിക്റ്റായി വാച്ച് ചെയ്തതിന് ശേഷം ഒരു സെല്ലിംഗ് ഡയറക്ഷൻ ആണ് തരുന്നതെങ്കിൽ അതുവരെ നൽകിയ ലോ ഓർ പ്രധാനമായും 21,693 ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി നൽകിക്കൊണ്ട് ഡൗൺവേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യേണ്ടതാണ്. അപ്പോൾ പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ടാർഗറ്റ് അതുവരെ നൽകിയ ലോ ബ്രേക്ക് ചെയ്യുന്നതിനൊപ്പം 21,549 എന്ന ടാർഗറ്റും തുടർന്ന് ഈ ബ്ലാക്ക് ലൈനിലോട്ടുമാണ് പ്രതീക്ഷിക്കുക. ഈ ഏരിയയിൽ വരുമ്പോൾ വീണ്ടും ഈ ലെവലിൽ ഇത്തരത്തിൽ ഉയരത്തിൽ മാർക്കറ്റ് പോയതാണെങ്കിൽ ഈ ലെവലിൽ വരുമ്പോൾ വീണ്ടും
മാർക്കറ്റ് ചെറിയ ടൈം ഫ്രെയിമിൽ അപ്വേർഡ് ഡയറക്ഷൻ കാണിച്ചേക്കാം. അങ്ങനെയെങ്കിൽ അതുവരെ നൽകിയ ലോ സ്റ്റോപ്പ് ലോസ് ആയി നൽകിക്കൊണ്ട് അപ്വേർഡ് ഡയറക്ഷനിൽ വീണ്ടും ട്രേഡ് ചെയ്യാവുന്നതാണ്. റെഡ് ലൈൻ സ്റ്റോപ്പ് ലോസ് ആയി പ്രധാനമായും കരുതേണ്ടതുമാണ്. അതേസമയം റെഡ് ലൈൻ ബ്രേക്ക് ചെയ്ത് ഈ ഏരിയയിൽ ഓപ്പൺ ചെയ്ത് ഡൗൺവേർഡ് ഡയറക്ഷനിൽ പോരുകയും ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് ഈ ഏരിയയിൽ നൽകി ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ കാണിക്കുകയാണെങ്കിൽ അതുവരെ തന്ന ഡേയ്സ് ഹൈ സ്റ്റോപ്പ് ലോസ് ആയി നൽകിക്കൊണ്ട് ഡൗൺവേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യുമ്പോൾ ഈ റെഡ് ലൈൻ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മൾക്ക് ലഭിക്കാവുന്ന ടാർഗറ്റുകൾ 21,342, 285 എന്ന ഇന്നത്തെ ലോയാണ്. ആ ലോ ബ്രേക്ക് ചെയ്യുന്ന പക്ഷം 21,196 എന്ന ലെവലുകളും നമുക്ക് ലഭിക്കാവുന്നതാണ്. മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. അപ്പോൾ ഇത്രയും മൂവ്മെന്റ് തന്ന ദിവസം ഇന്നലത്തെ പ്ലാൻ നമുക്ക് പ്രയോജനകരമല്ല എങ്കിലും ഇന്നലത്തെ പ്ലാനിനോട് കമ്പയർ ചെയ്തുകൊണ്ട് ഇന്ന് എങ്ങനെയാണ് നമ്മൾക്ക് ട്രേഡ് ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ളത് എന്ന് പരിശോധിക്കാം. ഇന്നലെ നമ്മൾ പ്ലാൻ ചെയ്തത് ഈ ഏരിയ ആയിരുന്നു. 21,693 ലെവൽ സ്റ്റോപ്പ് ലോസ് ഫോർ സെല്ല്, 21,550 സ്റ്റോപ്പ് ലോസ് ഫോർ ബൈ ലെവൽ ആയിരുന്നു. എന്നാൽ ഇന്ന് മാർക്കറ്റ് ഓപ്പൺ ആയത് -157 പോയിന്റോടുകൂടി ഇവിടെയായിരുന്നു. തൊട്ട ഉടനെ തന്നെ ആദ്യത്തെ 5 മിനിറ്റ് ക്യാൻഡിൽ തന്നെ ഇത്രയും ദൂരം ഉയരം തന്നു. പിന്നീട് ആ ഉയരത്തിന് മുകളിൽ കടക്കാൻ കഴിയാതെ വരുമ്പോൾ ഇവിടെ നിന്നും ഒരു സെല്ലിംഗ് മാർക്കറ്റ് ആയതുകൊണ്ട് ഒരു പുട്ട് ഓപ്ഷൻ ബൈ ചെയ്ത് ഡേയ്സ് ഹൈ സ്റ്റോപ്പ് ലോസ് ആയി നൽകിയ ഒരാൾക്ക് അതുവരെ നൽകിയ ലോ ആദ്യത്തെ ടാർഗറ്റായി ലഭിച്ചു. തുടർന്ന് താഴോട്ട് നമ്മൾ രേഖപ്പെടുത്തിയിരുന്ന ടാർഗറ്റുകൾ ഈ തിക്ക് ലൈനായി രേഖപ്പെടുത്തിയതെല്ലാം പ്രധാന സപ്പോർട്ട് സോൺ ആണ്. അതാണ് നമ്മൾ സെല്ല് ചെയ്യുമ്പോൾ പ്രതീക്ഷിക്കുന്ന ടാർഗറ്റുകൾ. ആ തരത്തിൽ രേഖപ്പെടുത്തിയിരുന്ന പ്രധാന ഒന്നാമത്തെ ടാർഗറ്റ് ഈ സ്റ്റോപ്പ് ലോസ് ഫോർ ബൈ എന്ന ലെവൽ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ഏറ്റവും ആദ്യം കിട്ടുന്ന പ്രധാന സപ്പോർട്ട് സോണായ 21,450 ലെവൽ ബ്രേക്ക് ചെയ്ത് അതിന് താഴെയായിരുന്നു മാർക്കറ്റ് ഓപ്പൺ ആയത്. ആ ലെവൽ വരെ വന്നപ്പോൾ അത് വീണ്ടും റെസിസ്റ്റൻസ് ആയി അവിടെ നിന്നും നമ്മൾക്ക് ഒരു പുട്ട് ഓപ്ഷൻ ബൈ ചെയ്ത് ഇതിന് മുകളിൽ ഇവിടെ സെല്ലേഴ്സ് ഉണ്ടെന്ന് ബോധ്യപ്പെടുത്തുന്നതാണ് ഈ 5 മിനിറ്റ് ക്യാൻഡിൽ. ഇതിന് മുകളിൽ ഒരു സ്റ്റോപ്പ് ലോസ് നൽകിക്കൊണ്ട് ഡൗൺവേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്തപ്പോൾ ഡേയ്സ് ലോ ബ്രേക്ക് ചെയ്തു. തുടർന്ന് വീണ്ടും സ്ട്രോങ് ആയ സപ്പോർട്ട് 390 ആയിരുന്നു. അതും ബ്രേക്ക് ചെയ്ത് വീണ്ടും താഴോട്ട് പോയത് ലഭിച്ചത് 21,289 എന്ന ലെവലാണ്. ആ ടാർഗറ്റിൽ നിന്നും ആ സപ്പോർട്ടിൽ നിന്നും 3 സ്ട്രോങ് സപ്പോർട്ടുകൾ ബ്രേക്ക് ചെയ്താണ് ഇവിടെ വരെ എത്തിയത്. ഇവിടെ നിന്നും മാർക്കറ്റ് റിവേഴ്സ് വന്നു. സ്വാഭാവികമായും ഈ വരവ് അടുത്ത സെല്ലിംഗ് ഓപ്പർച്യൂണിറ്റി തരാനാണ് എന്ന് മാത്രമാണ് എല്ലാവരും കരുതുക. ഇവിടെ ഒരു ഡിക്ലൈൻ കാണിക്കുമ്പോൾ തീർച്ചയായും പലരും പുട്ട് ഓപ്ഷൻ വീണ്ടും ബൈ ചെയ്ത് സ്റ്റോപ്പ് ലോസ് ആയി ഡേയ്സ് ആയി കൊടുത്തിട്ടുണ്ടാവുക. എന്നാൽ അവിടെ നിന്ന് തുടർന്ന് ഒരു സ്റ്റോപ്പ് ലോസ് ഹിറ്റാണ് ഇന്ന് ലഭിച്ചിട്ടുണ്ടാവുക. എന്നാൽ ഈ ഏരിയയിൽ നിന്നും ഈ ഡിക്ലൈൻ നൽകുമ്പോൾ ചെറിയ ടാർഗറ്റ് ലഭിച്ചത് സ്റ്റോപ്പ് ലോസ് മൂവ് ചെയ്ത് ഇൻസൈഡ് ബ്രേക്ക് ഈവൺ പോയിന്റിൽ നിന്നവർ സ്റ്റോപ്പ് ലോസ് ഹിറ്റിൽ ലോസ് ഇല്ലാതെയും എക്സിറ്റ് ആയിട്ടുണ്ടാവാം. തുടർന്ന് മാർക്കറ്റ് അപ്വേർഡ് ഡയറക്ഷനിൽ മൂവ് ചെയ്യുകയും ഇന്നലത്തെ ക്ലോസിംഗിന്റെ തൊട്ടടുത്തെത്തി അവിടെ നിന്ന് വീണ്ടും സെല്ല് വന്ന് ഈ ഏരിയയിൽ നിന്നും ഒരു കൺസോൾട്ടേഷൻ നൽകി തുടർന്ന് ഒരു അപ്വേർഡ് ഡയറക്ഷനാണ് നമുക്ക് കാണിച്ചിട്ടുള്ളത്. അതിനർത്ഥം നാളെ നമുക്ക് ചെറിയ ഒരു അപ്പ് പോയിന്റ്, ചെറിയ പോയിന്റുകൾക്കെങ്കിലും ഒരു പോസിറ്റീവ് ഓപ്പണിംഗ് പ്രതീക്ഷിക്കാം എന്നുള്ളതാണ് ഞാൻ കരുതുന്നത്. നാളെ മാർക്കറ്റ് ഓപ്പൺ ആയതിനു ശേഷം മാത്രമേ നമുക്കത് പറയാൻ സാധിക്കുകയുള്ളൂ. എങ്കിലും നാളത്തേക്ക് വേണ്ടി നമ്മുടെ ട്രേഡ് പ്ലാൻ ചെയ്തിട്ടുണ്ട്. നമുക്ക് അതിനനുസരിച്ച് ട്രേഡ് ചെയ്യാമെന്ന് കരുതുന്നു. എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റുകൾ രേഖപ്പെടുത്താനും പ്രത്യേകം ഓർമ്മിക്കണം. നാളെയും നല്ല ട്രേഡിംഗ് അവസരങ്ങൾ നൽകുന്ന മൂവ്മെന്റ് നിഫ്റ്റിയിൽ ഉണ്ടാകട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. ഒരു നല്ല ട്രേഡിംഗ് ദിനം ആശംസിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. താങ്ക് യു.